ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടോയ് റിപ്പയർ വീഡിയോയുടെ പാർട്ട് 5ലേക്ക് കിടക്കുകയാണ്. ഇത് വണ്ടിയുടെ ബോണറ്റാണ്. നന്നായിട്ട് കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് വെയിലത്തൊക്കെ കിടന്നിട്ട്. അത് നമുക്ക് കുറച്ചൊക്കെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹീറ്റ് ചെയ്തൊന്ന് നോക്കുന്നുണ്ട്. കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കർ വർക്കും കൂടെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതുപോലെ തന്നെയുള്ള 5-6 വണ്ടികൾ ഇതിനു മുമ്പ് റിപ്പയർ ചെയ്യാൻ വന്നിട്ടുണ്ട്. മിക്കതിൻ്റെയും ആ ബോണറ്റിലുള്ള ഫാൻസി ലൈറ്റിൻ്റെ കവറിങ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബോണറ്റിലുള്ള കവറിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു മെഷർമെൻറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് വളരെ ഈസി ആയിട്ട് നമ്മൾ അക്രലിക് ഷീറ്റ്, കോഫി ബ്രൗൺ കളറിലുള്ള അക്രലിക് ഷീറ്റിൽ വരച്ചെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വരും. ഒറിജിനാലിറ്റി പോലെ തന്നെ ഉണ്ട്. ജസ്റ്റ് കണക്ഷനൊക്കെ കൊടുത്ത് വെക്കുവാണ്. ആ സീരിയൽ LED ഒക്കെ പുതിയതായിട്ട് ഫിറ്റ് ചെയ്തതാണ്. നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ നമ്മൾ റെഡിയാക്കി എടുത്ത ആ ഫാൻസി ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ബോണറ്റിലുള്ള ഫാൻസി LEDയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പോകാതിരിക്കാൻ വേണ്ടി ഫുള്ള് ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കവറിങ് ചെയ്ത് കൊടുക്കുകയാണ്. ബോണറ്റൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്യാം. ഇനി മ്യൂസിക് ബോർഡിലേക്ക് ബാക്കി കണക്ഷൻസ് എല്ലാം കൊടുത്തെടുക്കാം. ലൈറ്റിൻ്റെയും സ്പീക്കറിൻ്റെയും ഒക്കെ. ഇത് സ്റ്റിയറിങ്ങിലേക്കുള്ള കണക്ഷനാണ്. അത് ഹോൺ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. ലൈറ്റിൻ്റെ എല്ലാം കണക്ഷൻസ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിനുള്ളിലുള്ള വയറിംഗ് എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഡാഷ്ബോർഡ് തിരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഉടക്കി വിട്ടു പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് ചാർജിങ് സോക്കറ്റ് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ഫുള്ള് ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. ചാർജിങ് സോക്കറ്റ് വിത്ത് ബോർഡിലേക്കുള്ള ആ ഒരു കണക്ഷനും കൂടെ കൂടിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. നല്ല ക്വാളിറ്റിയുള്ള DC വയറിട്ടിട്ടാണ് നമ്മൾ ആ ചാർജിങ് സോക്കറ്റ് സോൾഡർ ചെയ്ത് തിരിച്ച് പിടിപ്പിക്കുന്നത്. ഇനി വണ്ടിയുടെ മുൻവശത്തെ ഗ്രില്ലൊക്കെ നമുക്ക് കണക്ഷൻ എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യാം. അതിൻ്റെ അകത്തൊരു LED വരുന്നുണ്ട്. അതിൻ്റെ കണക്ഷൻസാണ് ഇപ്പോൾ കൊടുത്തത്. അതെല്ലാം ജസ്റ്റ് പ്രസ് ആൻഡ് ലോക്കാണ്. സ്റ്റിയറിങ്ങിലേക്കുള്ള ഒരു കണക്ഷനാണത്. ഓൺ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള വയർ. അതിൻ്റെ അകത്ത് WD-40 ഒക്കെ അടിച്ചിട്ട് നമ്മൾ സ്റ്റിയറിംഗ് കയറ്റി സെറ്റ് ചെയ്യുകയാണ്. ഒരു നട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് സ്റ്റിയറിംഗ് ടൈറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അക്രലിക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ബോണറ്റിൻ്റെ കവറിങ് അതിൻ്റെ അകത്തേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ അങ്ങ് മാറുന്നുണ്ട്. ഇനി ജസ്റ്റ് ആ പെയിൻറ്റ് ഡള്ളായിടത്തൊക്കെ സ്റ്റിക്കർ വർക്കൊക്കെ വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി. വണ്ടി നല്ല ഭംഗിയാവും. എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് സ്ക്രൂ എല്ലാം കൊടുത്തെടുക്കുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ ആണ് കൊടുത്തേക്കുന്നത്, തുരുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. വണ്ടി നല്ല നീറ്റായിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റിൻ്റെ ഒരു empty പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ ഒരു ACPയുടെ പീസ് കട്ട് ചെയ്ത് അതും ക്ലോസ് ചെയ്തു. ഇനി ജസ്റ്റ് നമുക്കൊരു ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു പുതിയ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് മദർ ബോർഡ്. ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തു, മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. ഇനി ഒരു 7 പിൻ സോക്കറ്റ്. അതിൻ്റെ അകത്ത് നിന്നാണ് നമുക്ക് ഗിയർ സ്വിച്ചും ആക്സിലറേറ്റർ സ്വിച്ചിൻ്റെ കണക്ഷൻ എല്ലാം പോകുന്നത്. 3-4 ദിവസം ഇരുന്ന് പണിത് റെഡിയാക്കി വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ ബോർഡ് കയറ്റി സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് കേൾക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു സംതൃപ്തിയാണ്. വണ്ടിയുടെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. ലൈറ്റ് കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും. ആ സ്റ്റിയറിങ്ങിൻ്റെ ഓൺ സ്വിച്ച് ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. അതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. നിഖിൽ ഈ വണ്ടി മേടിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു. തന്നെയല്ല കുറേ നാൾ ഉപയോഗിക്കാതെ കിടന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോട്ടറിൻ്റെ പവർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിഖിലിനോട് തന്നെ ചോദിച്ചിട്ട് ആവശ്യമെങ്കിൽ 4 ഗിയർ ബോക്സ് മോട്ടറും കൂടെ മാറ്റി വേണം നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 4 ടയറുകളും ഗ്രിപ്പും കൂടെ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗ്രിപ്പ് ചെയ്യുകയാണ്. പഴയ സൈക്കിൾ ടയർ നല്ല ഡിസൈൻ നോക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ വണ്ടിയുടെ വീലിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഗ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും കൂടിയ ഗ്രേഡിലുള്ള ഫെവിക്കോൾ SR വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റബ്ബർ ഗ്രിപ്പ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഓരോ വീലും ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ജോയിൻറ്റ് വരുന്നിടത്ത് ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്ലഷ് ക്യൂക്കും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. റബ്ബർ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അത് ഒട്ടിക്കോളും. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ റിവിറ്റും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പിള്ളേർ കുറച്ച് റഫായിട്ട് യൂസ് ചെയ്താൽ പോലും ആ റബ്ബർ ഗ്രിപ്പ് ഇളകി പോകത്തില്ല. ഒരു വണ്ടിയുടെ കൺട്രോളിങ് യൂണിറ്റിൻ്റെ കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതും വയറിങ് ചെയ്യുന്നതും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ ഒരു ലോങ് ഷോട്ടിലൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം എഫേർട്ട് ഇട്ട് ചെയ്തെടുത്ത ഈ വണ്ടിയുടെ ഫൈനൽ ഔട്ട്പുട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നാളെ എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക. ഫൈനൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ താങ്ക്